അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് പോലുള്ള സംവിധാനങ്ങളിലെല്ലാം മാറി വരുന്ന ആനുകൂല്യങ്ങളും മറ്റുമെല്ലാം നടപ്പിലാക്കുന്നത് അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പോലെ രാഷ്ട്രീയപരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെയുള്ള ആനുകൂല്യങ്ങളാണ് എത്തുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടുതൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമേ അവർ നമ്മുടെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽപ്പോലും അങ്ങനെയുള്ളവരെ മാത്രമേ കണ്ടെത്തി ആനുകൂല്യം നൽകുക. അതും വളരെ കാലതാമസമെടുത്തായിരിക്കും അങ്ങനെയുള്ള ക്ഷേമപ്രവർത്തനം നമ്മൾ എത്തുക. ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സംവിധാനത്തിൻ്റെ ഒരു പരാജയം തന്നെയാണ് ഈ സമൂഹം ഇങ്ങനെയെല്ലാം ഇന്നും കഴിയുവാനുള്ള കാരണം. അതുപോലെ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയായിരിക്കും വയനാട്, പാലക്കാട് പോലുള്ള ജില്ലകളിലെല്ലാം ഒരുപാട് പട്ടികവർഗ ഗ്രാമങ്ങളിൽ വീടുകളുണ്ട്. അവിടെയെല്ലാം സന്ദർശനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇന്നും എല്ലാം ഇങ്ങനെയെല്ലാം ഈ സമൂഹത്തിൻ്റെ വാസസ്ഥലം അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാകും. ഇപ്പം പൊതുസമൂഹത്തിലുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് എംഎസ്ഡബ്ല്യു കുട്ടികളാവാം, മറ്റു കുട്ടികളാവാം, ഇങ്ങനെയെല്ലാം ഉള്ള വിദ്യാർത്ഥികളെല്ലാം അവരുടെ അല്ലെങ്കിൽ ആദിവാസി വീടുകൾ സന്ദർശിച്ചുകൊണ്ട് അവർ ക്യാമ്പ് നടത്തി അവരുടെ റിപ്പോർട്ടുകളെല്ലാം ഇതുപോലെ തന്നെ ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം അറിയിക്കുന്ന ഒരുപാട് കാലങ്ങൾ നടന്നതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 വർഷത്തിന് മുമ്പ് ഇങ്ങനെയുള്ള കുട്ടികളൊന്നും പട്ടികവർഗ വീട്ടിലേക്ക് സന്ദർശനം നടത്താൻ പാടില്ലാത്ത ഒരു ഓർഡർ വരെ നമ്മുടെ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പൊതുസമൂഹത്തിലെ ആളുകൾ അവിടുത്തെ സ്വവിന്യാസം മനസ്സിലാക്കും, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടാത്തതിൻ്റെ വിവരങ്ങൾ പുറത്തോട്ട് അറിയിക്കും. ഇതിനെല്ലാം ഭയന്നുകൊണ്ടായിരുന്നു ഗവൺമെന്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിന് ഞങ്ങളെപ്പോലുള്ള ആളുകളെയും അല്ലാതെ പൊതുസമൂഹത്തെ നമ്മളോട് താല്പര്യമുള്ള ഒരുപാട് ആളുകളെല്ലാം വിമർശനങ്ങളും പരാതികളും അടിസ്ഥാനത്തിൽ